അപരന്മാർ ഇറങ്ങിയിട്ടും കുലുങ്ങാതെ കെ റിയാസ്. അവസാനം സ്ഥാനാർത്ഥി പട്ടികയിലെ 6ാം സ്ഥാനത്തു നിന്ന് 4ലേക്ക് പട്ടികയിൽ മാറ്റം. നടന്നത് തിരഞ്ഞെടുപ്പ് അട്ടിമറിയോ? തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിനൊപ്പം നിയമ പോരാട്ടത്തിന് കൂടി യൂത്ത് ലീഗ് മണ്ഡലം ജനറൽ സെക്രട്ടറിയും തിരൂർ മുനിസിപ്പൽ 25ാം വാർഡ് സ്ഥാനാർത്ഥിയുമായ കെ റിയാസ്. തിരൂർ നഗരസഭയിലെ 25ാം വാർഡ് സ്ഥാനാർത്ഥി പട്ടിക സ്ക്രൂട്ടിനിങ് എല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ആദ്യം വന്ന ലിസ്റ്റിൽ നിലവിലുള്ള 6 സ്ഥാനാർത്ഥികളിൽ കെ റിയാസ് 6ാമത്തെയാണ്. ഇതിന് സത്യാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. 25ാം വാർഡിലെ UDFൻ്റെ സ്ഥാനാർത്ഥിയാണ് ഞാൻ. ഞങ്ങളെ വാർഡിൽ 6 സ്ഥാനാർത്ഥികളുണ്ട്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു സ്ഥാനാർത്ഥിയും UDF മുന്നണിയുടെ ഒരു സ്ഥാനാർത്ഥിയും BJP മുന്നണിയുടെ ഒരു സ്ഥാനാർത്ഥിയും, അതിനു പുറമെ റിയാസ് എന്ന പേരിൽ 3 അപരന്മാരുണ്ട്. ടോട്ടൽ 6 സ്ഥാനാർത്ഥികളാണ്. അങ്ങനെ സ്ക്രൂട്ടനിയൊക്കെ കഴിഞ്ഞ് 6 സ്ഥാനാർത്ഥികൾ തീരുമാനിച്ചു. അതിനുശേഷം ബാലറ്റിലെ ലിസ്റ്റ്, സ്ഥാനാർത്ഥി പട്ടികയുടെ ലിസ്റ്റ് ആദ്യം 24-ാം തീയതി തിങ്കളാഴ്ച വൈകിട്ട് ഏകദേശം ഒരു 8-9 മണിയോടുകൂടി നമ്മുടെ കയ്യിൽ കിട്ടുകയാണ് ഫൈനൽ ലിസ്റ്റ്. അപ്പോൾ ആ ലിസ്റ്റിൽ ഞാൻ 6ാമതായിട്ടാണ് എന്നെ കണ്ടത്. അതിൻ്റെ ലിസ്റ്റ് നമ്മളെ കയ്യിലുണ്ട്. അങ്ങനെ ആ 6ാമതായിട്ടുള്ള രൂപത്തിൽ അതിൻ്റെ പ്രചരണ പ്രവർത്തനങ്ങൾ ഞങ്ങൾ നടത്തി. അന്നൊരു മീറ്റിംഗ് വെച്ചിരുന്നു. ആ മീറ്റിങ്ങിൽ നമ്മൾ പ്രവർത്തകരോട് ഞങ്ങൾ 6ാമതാണ്, അപ്പോൾ അപരശല്യമൊന്നും ഇല്ലാതെ 6ാമത് കിട്ടിയതുകൊണ്ട് നമുക്ക് കൂടുതൽ റിസ്ക് ഇല്ല, എല്ലാ സാധാരണക്കാരോടും വോട്ടർമാരോടും ലാസ്റ്റത്തെയാണ് ചിഹ്നം എന്ന് പറയാമെന്ന് പറഞ്ഞ് അതുമായി ബന്ധപ്പെട്ട് മോക്ക് ബാലറ്റ് നമ്മൾ വീടുകളിൽ കയറി കാണിക്കലും തുടങ്ങി. ഇത് വെച്ച് തന്നെ UDF പ്രവർത്തകർ വാർഡുകളിൽ നമ്മുടെ സ്ഥാനാർത്ഥി 6ാമത്തെ ആണെന്ന് പറഞ്ഞ് പ്രചരണത്തിനിറങ്ങി. പ്രചരണം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് പിറ്റേന്ന് മറ്റൊരു സ്ഥാനാർത്ഥി ലിസ്റ്റ് പുറത്തിറങ്ങുന്നത്. അത് കഴിഞ്ഞ് ചൊവ്വാഴ്ച രാവിലെ നമ്മുടെ ഒരു സഹപ്രവർത്തകനെ വിളിക്കുകയാണ്, റിയാസ് നീ പറഞ്ഞത് തെറ്റാണ്, 4ാമതായിട്ടാണല്ലോ ലിസ്റ്റിൽ കാണുന്നത് എന്നുള്ളത്. ആ സമയത്താണ് ഈ ഒരു അട്ടിമറി ഞാൻ മനസ്സിലാക്കുന്നത്. രാത്രിയിൽ കണ്ട ലിസ്റ്റിൽ 6ാമതും ചൊവ്വാഴ്ച രാവിലെ കണ്ട ലിസ്റ്റിൽ 4ാമതും. അങ്ങനെ ഇതിൻ്റെ ഒരു നിജസ്ഥിതി മനസ്സിലാക്കാൻ നമ്മൾ 2 പ്രിൻ്റ് നോക്കിയപ്പോഴാണ് മണിക്കൂറുകൾക്കിടയിൽ ഈ പേര് 6ൽ നിന്ന് 4ലേക്ക് എത്തിയിട്ടുള്ളത് കാണാൻ കഴിഞ്ഞത്. അതിലുള്ള ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട്, എൻ്റെ മുന്നേ ഞാൻ 4ാമതായി നിൽക്കുമ്പോൾ 3ാമതായി ഒരു മുഹമ്മദ് റിയാസും 5ഉം 6ഉമായി 2 വേറെ റിയാസുമാരാണ്. അപ്പോൾ 3 റിബലുകൾക്കിടയിലാണ് എൻ്റെ സ്ഥാനം. അങ്ങനെ വരുമ്പോൾ സാധാരണക്കാരായ വോട്ടർമാർക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാകും. അവരുടെ സ്ഥാനാർത്ഥി, UDFൻ്റെ സ്ഥാനാർത്ഥിയായ എനിക്ക് വോട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇത് മാറിപ്പോകുന്നൊരവസ്ഥ വരും. അങ്ങനെ ഇതിൻ്റെ 2 പ്രിൻ്റ് എടുത്തപ്പോഴാണ് അട്ടിമറി നടന്നിട്ടുള്ളതായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. രാത്രി കിട്ടിയ സാധനം അത് കഴിഞ്ഞ് അർദ്ധരാത്രിയിൽ ഇത് മാറുക, രാവിലെ വേറൊരു ലിസ്റ്റ് വരിക. അപ്പോൾ അങ്ങേയറ്റം അട്ടിമറി ഇതിൽ നടത്തിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് തന്നെ അട്ടിമറിക്കാൻ ഈ ഇടതുപക്ഷ കൗൺസിലറും അതേപോലെ തന്നെ ഇടതുപക്ഷ പാർട്ടിയും മാർക്സിസ്റ്റ് പാർട്ടിയും ഒക്കെ ചുക്കാൻ പിടിച്ചു എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതാണ് ഏറ്റവും കൂടുതൽ ഈ സമയത്ത് പറയാനുള്ളത്. വോട്ട് ചോരിയെപ്പോലെ ഒരു സംഭവം ഇവിടെ ഇന്ത്യയിൽ ഒട്ടാകെ കത്തി നിൽക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള തരം താഴ്ന്ന പ്രവർത്തികളുമായി ഒരു വാർഡ് ഇലക്ഷനിൽ വാർഡ് പിടിക്കാൻ ഇത്തരത്തിൽ ആരെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ അത് നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്നിട്ട് UDF ഈ ഒരു ഇലക്ഷൻ പ്രവർത്തനം നിർത്തിവെക്കുമെന്നാണ് ഈ സമയത്ത് പറയാനുള്ളത്. അങ്ങേയറ്റം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിലേക്കാണ് ഇവരുടെ ഈ മുന്നോട്ട് പോക്കാണ് ഈ സമയത്ത് പറയുന്നത്. പരാതി കളക്ടർക്ക് ഇന്ന് തന്നെ പരാതി നൽകിയിട്ടുണ്ട്. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻക്കും നാഷണൽ ഇലക്ഷൻ കമ്മീഷൻക്കും ഞങ്ങൾ പരാതി മെയിൽ ചെയ്തിട്ടുണ്ട്. അതല്ല, വരണാധികാരിക്ക് മുന്നിൽ പരാതി ബോധ്യപ്പെടുത്തി വരണാധികാരിയുടെ എന്താണ് ഞങ്ങൾക്ക് തന്ന മറുപടി, ആ മറുപടി ഞങ്ങൾ കോടതിയിൽ ഫയൽ ചെയ്യാൻ പോവുകയാണ്. ഈ ലിസ്റ്റിൽ കെ റിയാസ് 4ാമത്തെയാണ്. മാത്രവുമല്ല, മറ്റു 3 അപരന്മാരായ സ്ഥാനാർത്ഥികളുടെ ഇടയിലാണ് കെ റിയാസിന്റെ പേര് വന്നത്. ഇത് യഥാർത്ഥത്തിൽ വോട്ടർമാരെ കുഴപ്പത്തിലാക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ. UDF സ്ഥാനാർത്ഥിയായ കെ റിയാസ് മത്സരിക്കുന്നത് കോണി ചിഹ്നത്തിലാണ്. മണിക്കൂറുകൾക്കകമുള്ള ഈ ഒരു ലിസ്റ്റ് മാറ്റത്തിൽ പരാതിയുമായി മുന്നോട്ട് പോവുകയാണ് UDF കമ്മിറ്റി. നിലവിൽ ഉള്ളത് 3 അപരന്മാരാണ്. ഒരേ പേരിലുള്ള 3 അപരന്മാരെ നിർത്തുന്നത് തന്നെ പരാജയഭീതി മുന്നിൽ കണ്ടാണ് എന്നുള്ളത് വ്യക്തമാണ്. അതുകൂടാതെയാണ് ഇത്തരത്തിൽ ലിസ്റ്റിൽ പേരുമാറ്റവും നടന്നത്. ന്യൂസ് 99 തിരൂർ. 35 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.